ബൈ ബൈ, താങ്ക് യു. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് മണിക്കീരൻ ആൻഡ് തോഷാണ്. 2 വില്ലേജുകൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. നാളെ നമുക്ക് തിരിച്ചു പോകണം, മണാലിക്ക് പോകണം. അതുകൊണ്ടാണ്, വേറെ ഒന്നുമില്ല. ഇന്നലത്തെ ട്രക്കിങ്ങിൽ കാലിന് ചെറിയ പണി കിട്ടിയിട്ട്, എനിക്കും കിട്ടിയിട്ടുണ്ട്, എവിനും കിട്ടിയിട്ടുണ്ട്. Kasol to Tosh is around 20 kilometer, but we take more than 2 hours to reach Tosh because the road condition is very bad. After reach Kasol, we visited Grehan village. It was really amazing and beautiful place. I hope that Tosh also the same, but I heard it is more commercial. But we want to explore the entire village. If you have time, must visit more places. On the way, we can see many cafes and restaurant. Yeah, it's very good. We having tea or small snacks from the small shops. It's better and cheap. This amazing view from this restaurant. The back side of this restaurant, it's a really good place. The views are amazing on the way to Tosh. We can see many villages carrying luggage on the horse. It's really interesting. Oh God, look at the view. Wow, it's really great view from this road. It is horrible traffic everywhere. Once they open the tourism, the Himachal is full on. The roads are very bad. You can see that they are constructing the parking area and all. We are going to enter the Tosh village. നമ്മളിപ്പോൾ തോഷ് വില്ലേജിൻ്റെ എൻട്രൻസിലാട്ടോ. തോഷ് വില്ലേജ് എൻട്രൻസ് ആയി ഒരു 1 hour ട്രക്കിംഗ് ഉണ്ടെന്ന് പറഞ്ഞു. 1 hour നടന്നു കഴിഞ്ഞാൽ നമ്മളവിടെ എത്തും. It is really commercial place. We can see that many cafe, restaurant, all. There is many wheat plants everywhere. We just walking and watching all these beautiful sceneries and village. ഈ മുകളിലോട്ടുള്ള കല്ലുണ്ട്, അവരെന്തെങ്കിലും പണിയാൻ വേണ്ടി കൊണ്ടുപോകുന്നുണ്ട്. ഭയങ്കര കഷ്ടപ്പാടാണ് ഇവിടെ. ഈ വീടൊക്കെ ഉണ്ടാക്കിയെന്ന് കണ്ടോ കേട്ടോ, പഴയ കല്ല് വെച്ചിട്ടാണ്. ചെറുതാണ്. നമ്മൾ അപ്പോൾ തോഷിൻ്റെ ആ ഒരു വ്യൂ പോയിന്റിലോട്ട് കയറിക്കൊണ്ടിരിക്കുക കേട്ടോ. 1 hour ട്രക്ക് എന്തുകൊണ്ട് മുകളിലെത്താനായിട്ട്. തോഷ് ഫുള്ള് ടൂറിസം ഓണാണ് കേട്ടോ. അത്യാവശ്യം തിരക്കുണ്ട് ഇവിടെ. എവിനെ അവിടെ ഇരുന്നപ്പോഴാട്ടോ ഈ കുതിരകൾ വന്ന് കണ്ട.
ഇവ നടുക്ക് സ്ട്രക്കായി, മുകളിലോട്ട് കയറാനും പറ്റുന്നുണ്ട് ഇറങ്ങാനും പറ്റുന്നുണ്ട്. എനിക്ക് തോന്നുന്നു വാട്ടർഫാളിൻ്റെ ഏരിയ എത്തുന്നു തോന്നുന്നു. വാട്ടർഫാൾ കഫേ എന്നൊക്കെ പറഞ്ഞ് കണ്ടു നമുക്ക്. ഇവിടെ 90% ആളുകളും ഹിമാചൽ വരുന്നത് വേറെ ഒന്നുമില്ല കേട്ടോ. അവർ ഇവിടുത്തെ ഹാഷും കഞ്ചാവും ഒക്കെ വലിക്കാനാണ്. ഇവിടെ വീടാരും വലിക്കില്ല. നമ്മുടെ നാട്ടിൽ വലിക്കുന്ന പോലെ കഞ്ചാവ് ഇവിടെ വലിക്കില്ല, ഹാഷാണ് ഉപയോഗിക്കുന്നത്. എവിടെ പോയാലും സാധനം കിട്ടും, ഇഷ്ടം പോലെയുണ്ട്. ഇപ്പം ഞങ്ങളിവിടെ വന്നപ്പോൾ ആ ഒരു കടയുണ്ട്, ആ കടക്കാരൻ പറഞ്ഞതെന്ന് അറിയുമോ, ഇവിടെ നല്ല ചായ ഉണ്ട്, കടിയുണ്ട്, പിന്നെ സ്മോക്ക് ചെയ്യാനുണ്ടെന്ന്. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ പോയിട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇറങ്ങുവാണ്, എന്തായാലും ചായ കുടിക്കണം. ഇതാണ് ഇവിടുത്തെ വാട്ടർഫാൾ എന്ന് പറയുന്നത്. നമ്മൾ അതിരപ്പള്ളിയും ജോഗ് ഫാളൊക്കെ കണ്ടിട്ട് ഇവിടെ വരുമ്പോഴത്തേന് എന്താ അല്ലേ, ഇതൊന്നും ഒന്നുമല്ല. After 1 hour long walk, we reach near to the waterfall. It is not a big waterfall; it's very small waterfall. When we compare with our waterfall in Adirapalli, it is very small. But the scenery is very nice. കയറി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ മൊത്തം കഫേകളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. നമ്മൾ തോഷ് വില്ലേജിൽ വന്നിട്ട് വാട്ടർഫോൾ കണ്ടു. വാട്ടർഫോളിൽ നിന്ന് കുട്ടില എന്ന് പറഞ്ഞിട്ടുള്ളൊരു വ്യൂ പോയിന്റിലോട്ട് കയറി കേട്ടോ. ഇത് ട്രെക്കിംഗ് ആണ്, ഒരു 1.5 മണിക്കൂറുണ്ട്. സമയം ഏകദേശം 12:45 കേട്ടോ. നല്ല വെയിലാണ്, നല്ല ചൂടുമുണ്ട് ഇവിടെ. ഇതത്ര ഹാർഡായിട്ടുള്ള ട്രെക്കിംഗ് ഒന്നുമില്ല കേട്ടോ, ഭയങ്കര ഈസിയാണ്, നല്ല വഴിയാണ്, നടന്നു പോകാൻ നമുക്ക്. ഇവിടെ നിറച്ച് കുതിരകളാട്ടോ വഴിയിൽ. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അത്ര എളുപ്പമല്ല കേട്ടോ. നല്ല ട്രെക്കിംഗ് ആണ്, നല്ല ഹൈയിലോട്ടാണ് കയറുന്നത്. നടന്ന് പരിപ്പായിട്ടാ. ഇതേ വഴിയൊക്കെ നടക്കാൻ സുഖമാണ്, പക്ഷെ നല്ല കയറ്റാണ്, കുത്തനെ കയറ്റാ. ഇത് നമുക്ക് ഇവിടെ കിട്ടിയ കൂണാണ് കേട്ടോ. ഇത് പോയിസണാന്ന് തോന്നുന്നു, കഴിച്ചു കഴിഞ്ഞാൽ പണി കിട്ടും. നമ്മളിവിടെ ഒരു തോട്ടമുണ്ട്, നമുക്ക് അവിടെ നിന്ന് കയറാം. അടിപൊളി തോട്ടമാണ്. നമ്മുടെ ഫുഡ് ഇതാണ് കേട്ടോ, വൈൽഡ് ബെറി കണ്ടോ. ഇതാണ് നമ്മൾ കഴിക്കാൻ പോകണം. എന്ന് വെച്ചാൽ വേറെ ഇവിടെ സാധനങ്ങളൊന്നുമില്ല. നല്ല എനർജിയാണ് ഈ സാധനം കഴിച്ചു കഴിഞ്ഞാൽ. നല്ല മധുരം കേട്ടോ, നല്ല മധുരം. വഴിയുണ്ട് ഇങ്ങനെ, മരങ്ങളൊക്കെ മുകളിൽ നിന്ന് ഒലിച്ചു വന്ന് കിടക്കണ കേട്ടോ. മണ്ണിടിഞ്ഞ് പോയ വഴി കേട്ടോ, കണ്ടോ. കുറേ നേരമായിട്ടോ നിങ്ങൾ നടക്കുന്നുണ്ട്, ഇതുവരെ നിന്നെ എൻ്റെ എത്തിയിട്ടില്ല. വഴി ഇങ്ങനെ നീണ്ടു പോകുന്നുണ്ട്. ഞങ്ങൾ കുട്ടിലേലോട്ട് പോയില്ല കേട്ടോ. എന്താ കാര്യം എന്ന് പറഞ്ഞാൽ അത് 1.5 മണിക്കൂർ നടപ്പൊന്നുമല്ല, സ്ഥലം ഇച്ചിരി ഡേഞ്ചറാണ്, ഒരേപോലത്തെ വഴിയാണ്. അപ്പം എല്ലാവരും തിരിച്ചു പോരുവാണ്. അതൊരു 1 ഡേ ട്രക്കാണ്, അവിടെ പോയി മിക്കവാറും സ്റ്റേ അടിക്കേണ്ടി വരും. We didn't go to Kutla because it is a 1 day trek. It is too long for us because we didn't prepare for that. So we are going back to Tosh and then Kasol. നിങ്ങൾ കാണുന്ന ആപ്പിളാട്ടോ, ആപ്പിൾ തോട്ടാണ്.
We are take a different way to go back to Tosh. It is entirely different trail. Yeah, we can see many apple plantations, traditional homes, some waterfall. It is very nice view from here, and also we can see many weed plants there. I think they are planting weeds in this village. I think the village's main income from tourism. The tourist season, this village is full with Indians and foreigners. But this time, only Indians, not much foreigners. Anyway, the tourism is open and the villagers have getting some money from this. Yeah, that's pretty cool. I am very sad about the Kerala. Still, it is lockdown and many restrictions. No tourism, nothing. Maybe I hope maybe it's open all soon. Look at this restaurant. It's a very small restaurant and cafe. We can sit in this water and have your food or tea or coffee or something. It's a very nice experience. We can see many tourist buses going to Tosh from Kasol and many cars, many bikes. See the traffic. It's a heavy traffic sometimes in this road. Anyway, we are going back to Kasol. We need more rest because we walk a lot today. Before go to room, we want to fill the petrol, but the petrol pump is 16 kilometers from Kasol. That is very bad, and nearby there is no petrol pump. On the way to room, we saw some small shops. They're selling fresh fruits. It was really tasty and we get it for 50 rupees. Very cheap. Yeah, we enjoying the taste of the fruits from here. നമ്മൾ ആ കടയിൽ നിന്ന് മേടിച്ചിട്ടുള്ള ഫ്രഷ് ആയിട്ടുള്ള പ്ലമ്മാണ് കേട്ടോ. അടിപൊളി പ്ലമ്മായിരുന്നു കേട്ടോ. 50 രൂപ മേടിച്ചു ഒരു ബോക്സിന്. എങ്ങനെയുണ്ട്? നല്ല ഫ്രഷ് ആട്ടോ, അടിപൊളിയാണ്.